കൊടുക്കേ മൂപ്പർക്ക് അതിനെ കുറിച്ചെന്തെങ്കിലും പറയട്ടെ. മൗലൂദിൻ്റെത് പറയണ്ട, കാരണം ബഹുമാനപ്പെട്ട കുറ്റ്യാടി സഖാവിയോട് ഉണ്ട്, അയാൾ ഒരിക്കൽ പെട്ടതാ. പോട്ടെ, ഞാൻ പറഞ്ഞത് ഞാൻ രാജിവെക്കാന്ന് പറഞ്ഞു. അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിയാൽ ഈ പ്രസ്ഥാനം വിട്ടുപോരാന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഉസ്താദ് കണക്കിലെടുക്കണം. എന്റെ ചോദ്യം ഖുർആനാണ്. എന്റെ ചോദ്യം ഖുർആനിൽ ഒരു ആയത്ത് ഓതണം. ഞാൻ എന്റെ പ്രസ്ഥാനം വിടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്താ, നൂറുകണക്കിന് തെളിവ് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഏതാ? അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞങ്ങൾക്കത് ബോധപൂർവമാണ് ഇതൊക്കെ കേൾക്കുന്നത്, ഉത്തരം പറയണത്. ആവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ അതിന് തെളിവുണ്ടോ? അതിന് ഞാൻ തെളിവ് പറയാം. നമ്മളെ വിഷയം അതല്ല. ഈ ഇന്ദതൊഴുഹും എന്ന ആയത്ത് നിങ്ങളിത് മുശ്രിക്കാണ്, ഇങ്ങനെ ചെയ്യുന്നവൻ കാഫിറാണ്, തൗഹീദിന് വിരുദ്ധരാണ് എന്ന് പറഞ്ഞല്ലോ. അത് തെളിയിക്കുന്ന ആയത്താണ് ഇപ്പൊ നിങ്ങൾ ഇന്ദതൊഴുഹും ഓതിയത്. ഈ ആയത്തിൽ ഇത് ഉണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞത്, ഇല്ലാതാ നിങ്ങൾ പറഞ്ഞത്? അത് നിങ്ങളൊന്ന് തീരുമാനിക്കാം. അത് ഉണ്ട് അതൊന്നും സ്ഥാപിച്ചട്ടി, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ തെളിവ് പറയും. മറ്റത് കുറെ നിങ്ങൾ പറയാം. ഈ ആൾക്കാർ കുറെ മൂല്യം രണ്ടിട്ടാ പോലെ ഉണ്ടാവും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എന്നിട്ട് പിന്നെ കുറെ ചോദ്യം ചോദിച്ചു പോയി എന്നല്ലാതെ തീരുമാനമായില്ല എന്ന് പറയും. അപ്പൊ അതൊരു തീരുമാനം ആവണമെങ്കിൽ എല്ലാവർക്കും റെഡിയാണ്. അതൊന്ന് പറയും. ഇന്ദതൊഴുഹും എന്ന ആയത്തിൽ ഇത് ഉണ്ട് എന്നാ പറഞ്ഞത്, ഇല്ല എന്നാ പറഞ്ഞത്? ഉണ്ട് എന്നാണോ? എന്നാ പിന്നെ ഏത് മുഫസ്സിർ പറഞ്ഞു? അതുകൂടി പറഞ്ഞ വിഷയം തീർന്നു. ഇല്ല എന്നാണോ? ഞാൻ ആ വിഷയം വിട്ടു. പിന്നെ എനിക്കിങ്ങനെ അതിനെപ്പറ്റി പറയലിന്റെ പ്രതിപാദനത്തിലില്ല. ഞാൻ അടുത്ത വിഷയത്തേക്ക് കിടക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അള്ളാഹു അല്ലാത്തവർ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ, പ്രാർത്ഥിക്കുന്ന നിലക്ക് സഹായം ചോദിക്കുന്നോ, അത് അള്ളാഹു അല്ലാത്ത ആരെയും അതിന് പേര് പറയേണ്ട ഉസ്താദേ. ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന ഏത് കുട്ടിയായാലും ഒരു മനുഷ്യനെ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ ചെറുക്കാണ്, ഒരു കാറാണ്, മുസ്ലിക്കാണ് നിങ്ങളെ വാക്ക് ഖുർആനിൽ തെളിവല്ല, ഇസ്ലാം തെളിവല്ല. നിങ്ങളെ ഭാര്യമാരോട്, നിങ്ങളുടെ മുജാഹിദിനെ നിങ്ങൾ അംഗീകരിക്കുന്ന അനുയായികളോട്, ഓരോടൊക്കെ പറയാൻ പറ്റുള്ളൂ, ഞങ്ങളോട് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങളോതി അതേ ഖുർആന്റെ വ്യാഖ്യാനം ഞാൻ ലോകത്താദ്യം രചിക്കപ്പെട്ട തഫ്സീറാണ്. തഫ്സീർ ഇബ്നു ജരീർ ത്വബരിയുടെ ജാമിഉൽ ബയാൻ 10/404 ഇതിന്റെ പേജും വാള്യവും. ഇതിൽ നിന്ന് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു, ആ പറഞ്ഞത് അത് മുഹയ്യദ്ദീൻ ഷെയ്ഖോ റസൂലിനെയോ അവർ ഇലാഹാണെന്നോ ദൈവമാണെന്നോ കരുതിക്കൊണ്ട് വിളിക്കുന്നതിനെ കുറിച്ചല്ല. പിന്നെയോ അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ കുറിച്ചാണ് ആയത്തിലുള്ളത് എന്ന് എന്റെ വക പറഞ്ഞതല്ലോ. ഞാൻ തഫ്സീർ എടുത്തതാ ഉദ്ധരിക്കണേ. നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയാണ്. അത് ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. നിങ്ങൾ പറയാം ആദം നബി മുതലുള്ള ഉസ്താദേ ആദം നബി മുതൽ മരിച്ചവർ, അതോടൊന്ന് രണ്ട് ഉസ്താദ് വിളിച്ചുകൊണ്ട് വിഷയം തീരുമാനാവൂലല്ലോ. അത് തഫ്സീർ എവിടെ, രേഖ എവിടെ, പ്രമാണം എവിടെ? നിങ്ങളെ പോക്കറ്റിൽ നിർത്ത്, ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് അവിടെ തന്നെ വെക്കുക. വേറെ യാതൊരു ചികിത്സയില്ല. ഉസ്താദ് വളരെ വ്യക്തമായി മലയാളത്തിൽ ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാകുന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. അത് അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നതിനെ പറ്റിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അല്ലെന്നാണ് ഉസ്താദിന്റെ വാദം. ഉസ്താദ് ഒരു ആയത്തോതട്ടെ, കറാമത്ത് കൊണ്ട് ചോദിക്കാൻ, മുഅ്ജിസത്ത് കൊണ്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ആയത്ത് നിങ്ങൾ ചോദിച്ചോളി, അല്ലാഹു അല്ലാത്തവരോടൊന്നുള്ള ഒരായത്തോതട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരായത്തോതുമ്പല്ലേ ഞാൻ പറഞ്ഞത് പൊട്ടുക അല്ല. പൊട്ടണമെങ്കിൽ ഈ ആയത്തിന്റെ നിങ്ങൾ പറഞ്ഞത് പൊട്ടണമെങ്കിൽ ഇത്ര മതി. ഈ ആയത്ത് നിങ്ങൾ പറഞ്ഞതല്ല എന്ന് തെളിയിക്കാൻ ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ ഉദ്ധരിച്ചത് തന്നെ യഥേഷ്ടം മതി. കണ്ണും കാതുള്ള മലയാളം തിരിയുന്ന എല്ലാവർക്കും ഇത് തിരിയും. നിങ്ങൾ ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് നിങ്ങളും ഞാനും ജനിക്കുന്നതിന്റെ നൂറ്റാണ്ട് മുമ്പ് 1100 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ പറയുന്നു ഇത് മഹാത്മാക്കൾ ഇസ്തിഗാഥ സഹായം ചോദിക്കുന്നതിനെ കുറിച്ചല്ലേ. പിന്നെയോ ഇത് പറയുന്നത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് മതി നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് തെളിയിക്കാൻ. മറ്റത് രണ്ടാം ചോദ്യമാണ്, അത് നിങ്ങൾ വേറെ ചോദിച്ചോളി. അപ്പൊ ഇത് ഈ പറഞ്ഞ ആയത്തിൽ, നിങ്ങൾ ഓതിയ ആയത്തിൽ, ഇന്ദതൊഴുഹും എന്ന് പറഞ്ഞ ആ ആയത്തിൽ അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല, ബദരീങ്ങളെ, നബിയേ, അതുപോലെ മുഹയ്യിദ്ദീൻ ഷേഖ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഒരൊറ്റയാളും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതല്ലേ തെളിയിക്കേണ്ടത്. അത് ഇവിടെ തെളിയിക്കാൻ നിങ്ങൾ
കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ വീണ്ടും ആ പഠിച്ചു വെച്ച ആഫീസിൽ തരുന്ന ചീട്ടുണ്ടല്ലോ, അത് നമ്മളെ മുമ്പിൽ പറയണ്ട. അത് മുജാഹിദ് കുട്ടികളുടെ മുമ്പിൽ പോയി ക്ലാസ് എടുത്താൽ മതി, അവനാന്റെ വീട്ടിൽ പോയി ക്ലാസ് എടുക്കാം. അതിനൊന്നും ആരും എതിർപ്പ് പറയില്ല. മുസ്ലിമീങ്ങളോടും വിവരമുള്ളവരോടും അത് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ആ ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം ഞാൻ ഉദ്ധരിച്ചു. വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ദൈവങ്ങൾക്ക് വിളിക്കുന്നതിനെ കുറിച്ചാണ്. സുന്നികളോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത വേറെ ഒറ്റൊരു ഇലാഹേ ഇല്ല, ഒരു ദൈവമേ ഇല്ല, അല്ലാഹു മാത്രമാണ് ഇലാഹു എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയും അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരുകയും ചെയ്ത പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനം. അതുകൊണ്ട് ഈ ആയത്ത് സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയ്ക്ക് എതിരാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കെന്നല്ല ലോകത്തുള്ള ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ രണ്ടാളൊന്ന് പറഞ്ഞിട്ട് വേണം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ. അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു കാര്യം പറഞ്ഞു. എന്താണ് നമ്മളെ മൗലിദിന്റെ വിഷയത്തിൽ പെട്ടത് ആരാന്ന് റഷീദ് സക്കാഫിക്ക് അറിയാന്ന്. എന്താ വിഷയം എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലാക്കണം, മൂപ്പർക്കും മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വിശദീകരിക്കണം. അത് ഞാൻ പിന്നീട് പറഞ്ഞാൽ മതി. ഇന്ത്യയിൽ ആയത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അത് പറയും. ആ ആയത്തിനെ പറ്റി നമുക്കൊരു തീരുമാനം എടുത്തിട്ടാക്കാം.